ഇത് തൂത്തുക്കുടിയിൽ നിന്ന് വരുമ്പോൾ ഉള്ള പമ്പാണ് രമേശ്, നമ്മുടെ കമ്പനി പമ്പാണ്. ഇവിടെ നിന്നാണ് ഡീസൽ അടിക്കുന്നത്. ആദ്യം ഈ തൂത്തുക്കുടിയിൽ നിന്ന് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ഓയിൽ പമ്പിൽ നിന്ന് ഡീസൽ അടിക്കുന്നത്. ബാക്കി എല്ലായിടത്തും ജിയോയിലാണ്. ഡീസൽ അടിച്ചിട്ടിരിക്കുകയാണ് ഇപ്പം. ഈ ടാങ്ക് ഡീസലാക്കും. 10,000 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ തൂത്തുക്കുടിയിലേക്ക് വരുമ്പോഴേക്കും. അതാണെങ്കിൽ ശരിയാവില്ലായിരുന്നു. നാറുകൊല്ലിന് വിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് 10,000 രൂപയ്ക്ക് അടിച്ചാണ്. ബാക്കിയുള്ളതിപ്പം ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട്. ഇനിയിപ്പം കർണാടക കയറിയിട്ടാണ് ബാക്കി അടിക്കാറ്. കാരണം തമിഴ്നാട്ടിനേലും വിലക്കുറവാണ്. പിന്നെ പായിട്ടാണ് ഇത്രയും പായ എനിക്ക് നീളം കുറവാണ്. ഇവിടെ ഇത്രയും വരെയൊക്കെ പായ ഇടേണ്ടതാണ്. ഇത്രയും ഇങ്ങനെ പായ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത്രയും. പക്ഷേ പായക്ക് അത്രയേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ ഇട്ടേക്കണത്. കെട്ടി വെച്ചിട്ടുണ്ട്. എന്നോടൊന്നും പ്രതീക്ഷിക്കുന്നു. ഇപ്രാവശ്യം ലോഡിങ് അത്ര ശരിയായിട്ടില്ല. കാരണം അത് പുറത്തേക്കൊക്കെ തള്ളി നിൽക്കുന്നുണ്ട്. ഇതും അതെ, റിസ്കി ബിസിനസ്സാണ്. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എണീറ്റേ ഉള്ളൂ, ബെഡ്റൂമിലാണ്. 3 മണി വരെ വണ്ടി ഓടിച്ചു. 6:30 ആയപ്പോൾ എണീറ്റു. ഇനി ടോയ്ലറ്റിൽ പോകണം. ടോയ്ലറ്റ് കാര്യം ഓപ്പൺ ടോയ്ലറ്റാണ്, അല്ലാതെ ടോയ്ലറ്റായിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ. അത് മിക്കവാറും ഉണ്ടാവാറില്ല. മിക്കവാറും ഓപ്പൺ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബാത്റൂം കുളിന്ന് അറിയാൻ പാടില്ല. ഇന്നലെ കുളിച്ചായിരുന്നു. ഇന്നലെ രാത്രി കുളിച്ചതാണ് ഞാൻ. ഇപ്പോൾ എവിടെയെങ്കിലും ബാത്റൂം എല്ലാം കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ കുളിക്കണം. പല്ല് തേച്ച് റെഡിയാവാൻ നോക്കട്ടെ. அதுதான். വണ്ടി എടുത്ത് നോക്കാം. വേറെ മിററിൽ ബാക്കിലേക്കൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, അത്രയും വൈഡായിട്ട് നിൽക്കുകയാണ്. നല്ല കട്ടിങ്ങുമാണ്. സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ കിടന്നുറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് ചോദിക്കരുത്, അതിങ്ങനെ പോകുന്നു. എനിക്കറിയില്ല സ്ഥലം. ഇത് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. എനിക്ക് വെള്ളവും ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. ഇവിടെ മറ്റേ അമ്പലത്തിൻ്റെ ആണെന്ന് തോന്നുന്നു ഇതൊക്കെ ഉണ്ടാക്കുന്ന പരിപാടി. മറ്റേ കല്ലിൽ ശില്പങ്ങളൊക്കെ കുത്തി ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു.
45 കിലോമീറ്റർ മാക്സിമം സ്പീഡ്, അത്രേ പറ്റുള്ളൂ. 45-50, ഒരു 12 മണി വരെയൊക്കെ 10-11 മണി വരെയൊക്കെ 50 കിലോമീറ്റർ വരെ ഓടിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ 40-45 അങ്ങനെ തന്നെ ഓടിക്കണം. കാരണം എന്ന് വെച്ചാൽ കുറച്ച് കുറവായിരിക്കും കവറേജ്, കൂടുതൽ കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമയം വേസ്റ്റ് ആവില്ല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ടയറിന് വേറെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പതിയെ പതിയെ അങ്ങ് ഓടിച്ച് അങ്ങ് പോവുക. അതാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. മധുരയിലാണ് മധുര ട്രിച്ച് റൂട്ടായിരുന്നു. അവർ ഇച്ചിരി മാറിപ്പോയി, ചെറിയ ശ്രദ്ധക്കുറവ് കൊണ്ട് ഉദ്ദേശിച്ചാൽ റൈറ്റ് തിരിഞ്ഞിട്ട് തിരിയാതെ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് തിരിയാതെ നേരെ കയറി. അത് നേരെ പോകുമ്പോൾ മധുര സിറ്റിക്കകത്തേക്ക് കുറേ പോകണം, എന്നാലും സിറ്റിക്കകത്തേക്ക് അയച്ചെന്ന് കയറി. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ മധുര റിംഗ് റോഡ് തഞ്ചാവൂരിൽ നിന്ന് വന്നു കഴിയുമ്പോഴേക്കും തൂത്തുക്കുടിയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നേരെ മധുര റൈറ്റ് തിരിച്ച് റൈറ്റിൽ കാണിക്കും, ബോർഡ് കാണിക്കും. ചെന്നൈ ഒക്കെ ഇടത്തോട്ട് കാണിക്കും ബോർഡ്. ചെന്നൈ റോഡിൽ കയറിയിട്ട് വേണം നമ്മൾ, റിംഗ് റോഡാണ്, റിംഗ് റോഡ് റോഡിൽ ഒരുപാട് ഈ സ്പീഡ് ബ്രേക്കർമാർ ചെറിയ ചെറിയ ഇത് വെച്ചിട്ടുണ്ട്. അത് ചാടുമ്പോൾ ഈ വണ്ടിയുടെ കുലുക്കക്കാരനാണ് ഈ ഫോൺ വീഡിയോ എടുക്കുന്നത് ഷേക്ക് വരും. ഇപ്പം മോനെ പുറത്തെടുത്തിട്ട് പോകുന്നതാണ്. ചെറുപ്പത്തിൽ അപ്പച്ചനൊക്കെ ഇതേമാതിരി എന്നെ കൊണ്ടു നടന്നത്. ഈ പ്രാവശ്യത്തെ ലോഡ് പേപ്പർ കയറ്റിയാണത് കുറച്ച് പുറത്തേക്കാണ് തള്ളിയത്. ഇത് ബുദ്ധിമുട്ടാണ് ടോളൊക്കെ പാസ്സാവാൻ. കാരണം ടോളിൻ്റെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഗ്യാപ്പായിരിക്കും. വണ്ടിയുടെ ചിലപ്പോഴൊക്കെ
അതിൻ്റെ ഒരു ട്രാക്ക് മാത്രമേ ഉണ്ടാവും. അത് സെപ്പറേറ്റ് തുറന്നു വരും. നേരത്തെ തുറന്ന് അങ്ങനെ വിട്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഞാൻ പാസ്സായി. അതിന് മുമ്പ് പറഞ്ഞ പോലെ ഭയങ്കര തെറ്റിയപ്പോഴേക്കും പിന്നെ പോയി കൊണ്ടുകണ്ടെത്തിട്ടൊക്കെ വരുന്നത്.
ഇതേമാതിരി കയറ്റമൊക്കെ കാണുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇതേമാതിരി വണ്ടികൾക്ക് എന്ത് ചെയ്യണം, ഗിയർ ചേഞ്ച് ചെയ്ത് കാറ്റം വരെ കയറാനുള്ള ഏകദേശം മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്തേക്ക് വരാൻ പറ്റും. ഇപ്പോൾ 7 ഗിയറിൽ കയറുന്നത് അപ്പം തന്നെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് മാറ്റിയാണ്. അപ്പോൾ ആദ്യം എല്ലാവർക്കും പറയാണ്ട് തന്നെ വണ്ടി കയറി കയറിയിട്ട് പിടുത്തം വിടുന്നില്ല. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റിലേക്കാണ് പോകേണ്ടത്. നമ്മുടെ നാമക്കൽ വഴിയാണ്, ട്രെയിനിങ് സെൻറ്റർ വഴി. സേലം റൂട്ടിലെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. സേലം എന്ന് വെച്ചാൽ നമ്മൾ പോകുന്നത് നാമക്കൽ വഴി തന്നെ ആയിരിക്കും. നാമക്കൽ സേലം അതായിരിക്കും റൂട്ട്. എനിക്കത്ര പിടുത്തമില്ല കേട്ടോ ഈ വഴിയൊന്നും. ഞാനങ്ങനെ ഇങ്ങനെയൊന്നും ഓടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വഴികൾ ഒരു പിടുത്തമില്ലാത്തതാണ്. കറക്റ്റായിട്ട് ഈ മറ്റ് പറയണ മാതിരി പറഞ്ഞുതരാൻ പറ്റും. ഈ ആരെയൊക്കെ ചോദിക്കുന്നത് കറക്റ്റായിട്ട് നല്ലൊരു വീഡിയോ ഇട്ട്. അപ്പം മധുര കഴിഞ്ഞു. മധുര കഴിഞ്ഞ് മധുര സേലമായി. നാമക്കൽ സേലം. നാമക്കൽ വരുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. നാമക്കൽ റോഡ് വരുന്നതാണ്. കേരളത്തിൽ ഇങ്ങനെ ഉണ്ടാവില്ല. എപ്പോഴും ഒരു വളവുണ്ടാവും. എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ വളഞ്ഞ് അത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി അങ്ങനെയാണ്. അതുകൊണ്ടാണ് അത് കേരളത്തിൽ കുഴപ്പമില്ല. നമുക്ക് ഒരു സൈഡിൽ മലയും ഒരു സൈഡിൽ കടക്കും. നടുക്ക് ഇങ്ങനെ വളഞ്ഞ് പോകാൻ പറ്റുള്ളൂ. നിറച്ച് ഡെൻസിറ്റി കൂടുതലാണ് നമ്മുടെ പോപ്പുലേഷൻ്റെ. ഇവിടെയെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലമാണ്. എടുത്ത വണ്ടിയല്ലേ. ഇപ്പം സമയം 10:30 2.5 മണിക്കൂറായി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിർത്തി വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളമൊക്കെ
ചോറ് വെച്ച് കഴിഞ്ഞായിരുന്നു, വീഡിയോ എടുത്തില്ല. ഇതിപ്പോൾ പയറാണ്, ചെറുപയർ. വെള്ളത്തിലിട്ടിട്ടുള്ളതല്ല, അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂറിൽ കൂടുതൽ വെക്കേണ്ട വരുമായിരിക്കും. രണ്ട് വിസിലായി. നാമക്കൽ ട്രെയിനിങ് സെൻ്ററിൻ്റെ അവിടെ നിന്ന് ഒരു പയ്യനെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പെടുന്ന ആൾ തന്നെയാണ്, ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ട്. ആൾ പറഞ്ഞ അതേമാതിരി ട്രെയിനിങ് കഴിഞ്ഞു, 5 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞു. അതേമാതിരി വേറൊരു ഫ്രണ്ട് വരുന്നുണ്ട് 3 ദിവസത്തേക്ക് ട്രെയിനിങ്ങിന്. അപ്പോൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കണ്ടതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, വെറുതെ ട്രെയിലർ എങ്ങനെ ഓടിക്കുമെന്ന് ചോദിച്ചു. പിന്നെ ഇപ്പോൾ ഓടിക്കാമെന്ന്. അത് കേട്ടപ്പോൾ തന്നെ സന്തോഷമായി. ഞാൻ വണ്ടി എടുത്ത് കൈ കൊടുത്തു. ആൾ വെച്ച് ഫ്രണ്ടിലേക്ക് കുറച്ച് ഓടിച്ചു. ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ അത് റൈറ്റ് മാറ്റിയിട്ട് യൂട്ടേൺ എടുത്ത് നമുക്ക് സിഗ്നൽ ഇവിടെ വരെ അടുത്തൊരു ടോൾ വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ്, വേണ്ട ചേട്ടാ, എനിക്കാണെങ്കിൽ ഇങ്ങനെ അടുത്തോട്ടാണ് പോരേണ്ടത്. ഞാൻ സേലം വഴിയാണ് പോകുന്നത്, ബാംഗ്ലൂർ പോയി അങ്ങനെ പോകാനുള്ള റൂട്ടാണല്ലോ, എൻ്റെ വേറെ റൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത് കയറിട്ടോ. അടുത്ത് കിട്ടോ, അഴിച്ചോ. ലോഡ് വണ്ടി ഇത്ര വലിയ ലോഡ് കാണാത്ത അതേ സ്പീഡിൽ പോകണ്ട. റാച്ചറ്റ് കംപ്ലൈന്റ് ആയിട്ട്, ബ്രേക്ക് കംപ്ലൈന്റ് ആയിട്ട് നിൽക്കണം. വീഡിയോ കണ്ടതാ, വീഡിയോ കണ്ടിട്ട് പിന്നെ ഇങ്ങോട്ട് വരണമെന്നുള്ള ഇതുണ്ടായി. അങ്ങനെയാണ് പിന്നെ റൈറ്റ് മാറ്റിയിട്ട് അവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് നേരെ അങ്ങനെ നോക്കും. എന്നിട്ട് തിരിച്ച് അവിടെ തന്നെ വരാം. സിഗ്നൽ അവിടെ പോയിട്ട് ഇങ്ങോട്ടല്ലേ പോകുന്നത്? എനിക്ക് അങ്ങോട്ടാ പോകണേ. എനിക്ക് അവിടെ ഞാൻ ഷിമോഗൊക്കെ പോണത്. റൈറ്റ് മാറ്റിയിട്ടേ, റൈറ്റ് ഇപ്പോഴേ മാറ്റണം, അല്ലെങ്കിൽ ശരിയാവൂല. ആണോ? റോഡിൽ നിന്ന് പുറത്തിറക്കണ്ട, റൈറ്റ് മാറ്റ്. റോഡിൽ നിന്ന് പുറത്തിറക്കണ്ട. അങ്ങനെ പെട്ടെന്ന് ഇറക്കി കഴിഞ്ഞാൽ ഈ ലോഡ് ഇറക്കണോണ്ടേ അങ്ങോട്ട് ഇത് ചെയ്യും. ഓക്കെ, സെറ്റാണ്. ഹാൻഡ് ബ്രേക്ക് ഇട്ടോട്ടാ, നോക്കിറങ്ങണേ.